140 150 കോടി ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യയിൽ ഏഷ്യയിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും സുതാര്യമായ രീതിയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ അധികാരത്തിൽ എത്തിക്കുന്നവരാണുള്ളത്. അങ്ങനെയുള്ള ഒരു അധികാരത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തെയൊക്കെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിനിശിതമായി വിമർശിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ രാജ്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായ കോൺഗ്രസ് തന്നെ എല്ലായ്പ്പോഴും പുകഴ്ത്തിപ്പാടുന്ന നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് എവിടെ പോയി എന്നൊരു ചോദ്യം അവസാനിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വളരെ വിചിത്രമായ ഇത്തരം തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ കോൺഗ്രസിന് അപഹാസ്യമാണ് എന്നതിനേക്കാൾ ഉപരി രാജ്യത്തിന് കൂടി അപഹാസ്യമായി തീരുകയല്ലേ? അതെ. 140 കോടി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് അദ്ദേഹത്തിന്റെ വെല്ലുവിളികളെ അദ്ദേഹം ഈ പിന്നെ ഏറ്റവും ആദ്യം ഒരു വലിയ അപരാധമായിട്ട് മോദി ഗവൺമെന്റിനെതിരെ 2024 ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം പിന്നെ മൾട്ടി ഫേസ് ഇലക്ഷൻസ്. അത് 140 150 കോടികൾ. നമ്മൾ 140 പറയാൻ തുടങ്ങിയിട്ട് തന്നെ 5 കൊല്ലം. 150 കോടിയോളം ജനങ്ങൾ വരുന്ന ഈ രാജ്യത്ത് മൾട്ടി ഫേസ് ഇലക്ഷൻസ് വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ 1951 52 ഫസ്റ്റ് ഇലക്ഷൻ ഓഫ് ദ കൺട്രി, അയാളുടെ മുത്തച്ഛൻ നെഹ്റു ചെയ്ത ഇലക്ഷൻ 68 ഫേസസിലായിരുന്നു ചെയ്തത്. അന്ന് എത്ര കോടി ജനങ്ങളുണ്ട് ഇവിടെ? അപ്പൊ അതെന്തുകൊണ്ട് ആ മുത്തച്ഛൻ ചെയ്ത ആ കാര്യം ഇന്ന് പിന്നെ രാഹുൽ ഗാന്ധി ഇത്രയും മോശമായിട്ട് പറയുമ്പോൾ, ഇത്രയും വലിയൊരു രാജ്യത്താണ് ഇന്ന് നെഹ്റു നടത്തിയത്. 2004 അവര് നടത്തിയത് 7 ഫേസസ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കോൺഗ്രസ് ചെയ്ത എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ജനങ്ങളെ ഒരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന. ആൾക്കൂട്ടം ഉണ്ടാക്കി കലാപം, ജനങ്ങളൊന്നും അറിയാത്ത വിഡ്ഢികളായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ലോകം കണ്ടിട്ടില്ലാത്തവരോട് കോൺഗ്രസ് ഇന്ദിരാഗാന്ധി മരിച്ചിട്ട് പോലും ഇല്ല എന്ന് വിശ്വസിക്കുന്ന അറിഞ്ഞിട്ടില്ലാത്ത എത്രയോ ആൾക്കാർ ഇന്നും കുഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. നോർത്ത് ഇന്ത്യയുടെ ഉള്ളോട്ട് നമ്മൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതുപോലുള്ള ജനങ്ങളിലേക്ക് അയാൾ അഴിച്ചുവിടുന്ന ഒരു ആക്ഷേപമാണ് ഇത് വോട്ടില്. അപ്പൊ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരും കള്ള വോട്ട് കൊണ്ട് ജയിച്ച്. അയാൾക്ക് വോട്ട് ചോറി എന്നൊക്കെ വിളിക്കാൻ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരു ക്ലോസ് മാർജിൻ വോട്ടിലാണ് അദ്ദേഹം ജയിച്ചത്, പിന്നെ മോദി ജയിച്ചത് പറയും. ഇതൊക്കെ 2004 ഒരു വോട്ടിന് വേണ്ടിയിട്ട് AR കൃഷ്ണമൂർത്തി ജയിച്ചിട്ടുണ്ട് BJP-യിലെ JDS-ന്റെ. അപ്പൊ ഇതൊന്നും ഒരു വോട്ടിന് വേണ്ടി കോൺഗ്രസ് തോറ്റ എത്രയോ അവസരങ്ങൾ 2008 ഉണ്ടായിട്ടുണ്ട്. PM സെയ്ദിന് 71 വോട്ടിന് വേണ്ടിയിട്ടാണ് തോറ്റത്. കോൺഗ്രസിലെ ഏറ്റവും നല്ലൊരു ലീഡറായിരുന്നു. അപ്പൊ അന്നൊന്നും ഇല്ലാത്തൊരു ആക്ഷേപം ഇന്ന് കൊണ്ടുവരണമെങ്കിൽ എവിടുന്നോ അയാളെ തലയില് ഒരു പ്രധാനമന്ത്രി ആവാനുള്ള സമയമായി എന്നുള്ള തലയിൽ കയറിയിട്ടുണ്ട്. ദാറ്റ്സ് വൈ അങ്ങനെ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഫേസും അദ്ദേഹത്തിന്റെ ആക്ഷനും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്തിന് കൊടുക്കണം. ഒരേപോലെ വാല്യൂ ഉണ്ട്. അയാൾ പാർലമെന്റിലൊക്കെ ഇരുന്ന് പ്രസംഗിച്ചിട്ട് ഇവരെ പറയണത് പോലും അയാളുടെ ഇതൊക്കെ ലോകം കാണുക. ഇന്ത്യൻ പാർലമെന്റ് ലോകം മുഴുവനും കാണും. ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കാണുന്ന പോലെ തന്നെ പ്രതിപക്ഷത്തിനെയും കാണും. അതൊന്നും മനസ്സിലാവാത്ത വിധത്തിൽ ഇയാൾ പെരുമാറുമ്പോൾ അത് ഈ രാജ്യത്തിനോടുള്ള വെല്ലുവിളിയാണ്, മോദിയോടല്ല. നമ്മൾ അതാണ് രാജ്യത്തിനെ നാണം കെടുത്തുന്നത്. രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷനെയാണ് നാണം കെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ പൂർവികർ ചെയ്ത ഇലക്ഷൻ വരെ തെറ്റായിരുന്നു, അവരിങ്ങനെ ആയിരുന്നു എന്നുള്ള അവർ ചെയ്തതിന് പിന്നെയും നമ്മൾ വിളിച്ചു പറയേണ്ട അവസ്ഥ വരുക. ഒരു മിസ്റ്റേക്ക് വന്നാൽ രാജ്യം അപമാനിക്കപ്പെടാതിരിക്കാൻ ഏതൊരു നേതാവും ഇതാക്കണം. നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ പുറത്തു പോവാതെ നമ്മളൊരു കാര്യം നമ്മൾ തന്നെ ചെയ്യണ പോലെ തന്നെയാണ് ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ നമ്മുടെ രാജ്യത്തിന്റെ അകത്തെ സ്വകാര്യത ലോകങ്ങളിൽ ചർച്ച ചെയ്യുന്ന അവസ്ഥ വരിക. പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ ഇതാണ് തീർത്തു വരുന്നത്. ഇയാളുടെ പിന്നെ ഓരോ പ്രസ്താവനകളും, ഇയാള് മോദിയെ വെല്ലുവിളിക്കുന്നതും, പിന്നെ യുദ്ധത്തിനെ പറ്റിയിട്ട് ഇയാൾ പറയണതും, ഇന്ത്യന്റെ പട്ടാളക്കാരെ നഷ്ടമായി, ഇന്ത്യന്റെ എയർഫോഴ്സിന് ഇത്ര വിമാനങ്ങൾ നഷ്ടമായി എന്ന് അയാൾ ആ രാത്രി തൊട്ട് പറയാൻ തുടങ്ങി. ഏറ്റവും വലിയൊരു കാര്യം ഞാൻ
ഞാൻ അറിഞ്ഞിടത്തോളം ഒരു എനിക്ക് അടുത്തറിയാവുന്ന ഒരു കുടുംബമുണ്ട്, എയർ മാർഷൽ. അപ്പൊ അവർ ഈ രാഹുൽ ഗാന്ധിയായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആളായതുകൊണ്ട് അതേ രാത്രി തന്നെ ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന സിന്ദൂർ ഓപ്പറേഷൻ നടക്കുമ്പോൾ അതേ രാത്രി പോയിട്ട് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറയൂ, ഡോണ്ട് സേ ലൈക്ക് ദിസ്. ഇതാണ് അവരുടെ വിമാനങ്ങൾ, പാകിസ്ഥാന്റെ വിമാനങ്ങള് F7 നമ്പർ എന്നോട് കറക്റ്റ് ഓർമ്മയില്ല, അത് നമ്മുടെ അടിച്ച് നമ്മളെ രാജ്യത്തിൽ ഇരിക്കുന്നതാണ്. അവരുടെ 2 പട്ടാളക്കാരെ നമ്മൾ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ തിഹാറിലെ ജയിലിലുണ്ട്. നമ്പർ 9 സെല്ലിൽ പോലും ഉള്ളതെന്ന് നമുക്കൊക്കെ അറിയാം. അത് ഇങ്ങനത്തെ ആൾക്കാരെ ബന്ദികളായിട്ട് പിടിക്കുന്നവരെ പാർപ്പിക്കുന്ന ഒരു ജയിൽ തന്നെ ഉണ്ട് തിഹാറിന്. അവിടെ 2 പേര് പാകിസ്ഥാൻ പിന്നെ ആർമിയിലുള്ള 2 ആൾക്കാരെ സിന്ദൂർ ഓപ്പറേഷനിൽ പിടിച്ചത് കിടക്കുന്നുണ്ട്. ഇതുപോലും അറിഞ്ഞിട്ട്, എല്ലാം അറിഞ്ഞിട്ട് മോദിയെ വെല്ലുവിളിക്കാന്ന് പറയുന്നത് അത് രാജ്യത്തിനെ വെല്ലുവിളിക്കുക. അയാൾക്ക് രാജ്യത്തിനോട് ഒരു കടപ്പാടുമില്ല, ഏതോ സുഡാപ്പികൾക്ക് വേണ്ടി രാജ്യം കൊടുക്കുക. പിന്നെ അയാളെ ഓരോ പിന്നെ ഈ വോട്ടിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പിന്നെ വോട്ടിനെ പറ്റി പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായ ഒരു കോൺഫറൻസിൽ അല്ല ഏറ്റവും അടുത്ത് ഇടപഴകുന്നത് എവിടെയാണ്? മുസ്ലിം ലീഗുമായിട്ട്. മുസ്ലിം ലീഗിന്റെ തങ്ങളെയും തങ്ങന്മാരെയാണ് അയാൾ ഏറ്റവും കോൺഗ്രസ്സുകാരെക്കാളും ഹൈലൈറ്റ് ചെയ്യണത്. കോൺഗ്രസ്സിൽ ചേരുന്ന ആൾക്കാർ വരെ പോകുന്ന ആദ്യം പാണക്കാട്ടേക്കാണ്. അപ്പൊ ഇതൊരു വലിയ മുസ്ലിം ലീഗ് തന്നെ ആയിരുന്നില്ലേ ഇന്ത്യ വിഭജിച്ചവർ മുന്നിൽ കടന്ന. ഇന്ത്യക്ക് ഒരു വിഭജനം ഈ രാജ്യത്തിന് 24 മണിക്കൂർ കൊണ്ട് വെട്ടിക്കീറി ഒന്നിച്ച് ഒരു സമയം ഇരിക്കുക, കുറച്ച് ദിവസങ്ങളിൽ ഇരിക്കാന്ന് അന്നത്തെ സ്ട്രോങ് ലീഡേഴ്സ് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ഈ രാജ്യത്തിന് വെട്ടിക്കീറാൻ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നില്ലേ ഈ മുസ്ലിം ലീഗും ഒക്കെ ഈ കോൺഗ്രസും. അപ്പൊ അവരെന്നെയാണ്. അപ്പൊ ഇവരുടെ ഒരു അജണ്ട 100 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇസ്ലാമിക ഭരണം വരണം, ജിഹാദികളെ എങ്ങനെയെങ്കിലും ഈ രാജ്യത്തിന് ആ ഒരു ചുറ്റിലും ഇസ്ലാമിക രാജ്യം വന്നു. അതിനെയാണ് നമ്മൾ ഭയക്കുന്നത്. ഇസ്ലാമിക രാജ്യം വന്ന് എവിടെയും സമാധാനം നമ്മൾ കണ്ടിട്ടില്ല. ഭൂമിയിലേക്ക് അയച്ച മനുഷ്യർക്ക് ഈ ഭൂമിയിൽ സന്തോഷം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, സുഖമായി ജീവിക്കണം, സന്തോഷമാണ് ഈ ഭൂമിയിൽ നമ്മളെ കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ആൾക്കൂട്ടങ്ങൾ കൂട്ടുക. മതത്തിനേക്കാളും അധികം കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി ഇതിനൊക്കെ വെള്ളവും വളവും വെച്ച് കൊടുക്കുന്നു എന്നുള്ള ഭയാനകരമാണ്. അത് തന്നെയാണ് ഇന്നലെ നമ്മള് ഈ പിന്നെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പിന്നെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിൽ നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധി എവിടെ പോയ മഴയത്ത് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത്? അവരെ അടുക്കളയിലോ അല്ലെ അവിടെ കോണിപ്പടിയിലോ പോയി നിന്നിട്ടാണോ ഇന്ത്യന്റെ പതാക ഉയർത്തുന്നത് നോക്കണ്ടേ? ലോക രാജ്യങ്ങൾ വരെ ലണ്ടനിലെ ടൈംസ് സ്ക്വയറിൽ വരെ ഇന്ത്യൻ പതാക ഉയർത്തി, ബുർജിൽ ഖലീഫയിൽ എല്ലാ വർഷവും ഉയർത്തുന്നത്. അപ്പൊ ഒരു രാജ്യത്തിനോടുള്ള ഒരു ആദരവ് അത്. അപ്പൊ ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് ആ ആദരവ് എവിടുന്നില്ലാതെ പോയി? ഹി ഡോണ്ട് ബിലീവ് ഇൻ ഡെമോക്രസി. അയാളെ അമ്മൂമ്മ 26 തവണ മാറ്റിയ കോൺസ്റ്റിറ്റ്യൂഷൻ കയ്യിലെത്തി പിടിച്ചിട്ടാണ് അയാള് മോദിക്ക് വെല്ലുവിളിക്കുന്നത്. എവിടെ ഇവിടെ മാറ്റി? എന്ത് കാര്യങ്ങളിലാണ് മാറ്റിയത്? സെക്യുലറിസം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന അവരാ. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് എന്തിന് സെക്യുലറിസത്തിന് എന്നുള്ള ഒരു വാക്ക് ആവശ്യമുണ്ട്? നമ്മൾ എല്ലാ മതത്തെയും ഒന്നിച്ച് സ്വീകരിച്ച ഒരു രാജ്യം. അതാണല്ലോ സനാതന ധർമ്മം എന്നും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ ഈ ഒരു സെക്യുലറിസം ഒക്കെ കൂട്ടിച്ചേർത്ത പോലെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കയ്യിൽ പിടിച്ച്, ഭരണഘടന കയ്യിൽ പിടിച്ചിട്ട് ഇയാളെ ഇന്ത്യ ഇങ്ങനെയാക്കി അങ്ങനെയാക്കി. ഇന്ത്യയിൽ സമാധാനമില്ല, ഭരണഘടനയെ കൊല്ലുന്ന ആള് എന്നാണ് ഇപ്പൊ ഇയാള് ഘാതകനായിട്ടാണ് മോദിയെ ചിത്രീകരിച്ചത്. എന്തിനു വേണ്ടി? ഈ യുദ്ധവും ഈ സ്വാതന്ത്ര്യ ദിനവും വോട്ട് ചോർന്ന് അദ്ദേഹം വിളിക്കുന്നത് എല്ലാം കണക്റ്റഡാ. അപ്പൊ എന്തായാലും രാഹുൽ ഗാന്ധി പറഞ്ഞോളൂ മാം, പറഞ്ഞോളൂ. അല്ല സ്റ്റാർട്ട് ചെയ്ത് ചോദിച്ചോളൂ. അവളിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാ. ഞാൻ ഒറ്റ കുഴപ്പമില്ല മാം. ഇത്തരത്തിൽ നുസ്രത്ത് മാം സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി ആളുകളെ കൂട്ടുകയാണ്, കലാപമാണ് ലക്ഷ്യവും. നമുക്കറിയാം ഇത്തരത്തിൽ ആളുകളെ കൂട്ടി കലാപം നടത്തിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് നമ്മുടെ മുന്നിൽ ഇന്ന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ബംഗ്ലാദേശ്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ ഏത് രീതിയിലാണ് അവിടെയുള്ള ജനങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ആ ഭരണത്തെ അവിടെയുള്ള ആളുകൾ തന്നെ അല്ലെങ്കിൽ പ്രതിപക്ഷം തന്നെ അട്ടിമറിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. പലായനം ചെയ്ത് അവരൊടുവിൽ ഇന്ത്യയിലാണ് എത്തിയത്.
അപ്പോൾ ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിച്ചതുപോലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വിദേശ ശക്തികളുടെ കൂട്ടുപിടിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്ന തരത്തിൽ പലവിധ ചർച്ചകളും നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതിനെയൊക്കെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതല്ല ലക്ഷ്യമെങ്കിൽ മറ്റെന്തായിരിക്കാം ഈ ഒരു വോട്ട് ചോരിയിലൂടെ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നത്? അതെ, തീർച്ചയായിട്ടും എലക്ഷൻ കാലത്ത് ഇപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ വോട്ട് ചോറി, ആ ലക്ഷ്യം തന്നെ. അദ്ദേഹം പിന്നെ എടുത്ത് അമേരിക്കയിൽ നിന്ന് വന്ന് എത്രയോ $113 million ആണ് ഇന്ത്യയിലേക്ക് വന്നത്. എവിടെയാണ് അത് യൂസ് ചെയ്തത്? എന്തിനു വേണ്ടി യൂസ് ചെയ്തു? ഇവിടെ ഒരു രാഷ്ട്രീയ കലഹം അല്ലെങ്കിൽ ഒരു പിന്നെ മതത്തിനെ ഇളക്കി വിടാൻ എന്നും പറയും, മതേതരം പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ ഇവിടെ എന്തോ ചെയ്യണം, മൈനോറിറ്റിക്ക് ഇവിടെ പ്രശ്നം വന്നു, മൈനോറിറ്റീനെ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ് ഈ പൈസകളെല്ലാം എവിടുന്ന് വന്നു? ഇയാള് പറഞ്ഞല്ലോ. അപ്പൊ ഇദ്ദേഹം നമ്മുടെ ആളാണോ പിന്നെ വേറെ ആളാണോ എന്ന് നമ്മൾക്ക് എപ്പോഴും സംശയമല്ല. അപ്പൊ ഉറപ്പായി തുടങ്ങി. കാരണം ഒരു പതാക ഉയർത്തുന്ന ഒരു സ്ഥലത്ത് പോലും ഒരു സ്വാതന്ത്ര്യ ദിനം എന്തോ പ്രധാനമന്ത്രിന്റെ അല്ലല്ലോ, രാജ്യത്തിന്റെ പിന്നെ സ്വാതന്ത്ര്യമല്ലേ നമ്മൾ ആഘോഷിക്കുന്നത്. അവിടെ പോലും അയാൾ വരാതെ അയാളെ വാശി കാണിക്കുന്നത് ആർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാ? അപ്പൊ ഈ പൈസകളൊക്കെ ഇവിടെ വന്ന് എന്തിനു വേണ്ടി ചെലവാക്കുന്നു? പിന്നെ എക്കണോമിക്സിനെ പറ്റിയിട്ട് ട്രംപ് പറഞ്ഞു ഇന്ത്യൻ എക്കണോമി പിന്നെ തീർന്നു. അപ്പൊ അത് ശരിയാണെന്ന് അദ്ദേഹം പാർലമെന്റിൽ പറയണേ. അദ്ദേഹം എങ്ങനെയാ പറയണേ? ഇന്ത്യ എന്ന് മൂന്നാമത് നിൽക്കുന്ന ഒരു രാഷ്ട്രമായിട്ട്, നാലാമത് നിൽക്കുന്നു, മൂന്നാമത് അടുത്ത് തന്നെ വരും. ആ രാഷ്ട്രമായിട്ട് ഇയാള് തന്നെ ഷെയർ മാർക്കറ്റിൽ എത്രയോ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹം ഇതൊക്കെ ആൾക്കാരെ കാണാൻ വേണ്ടിയാണല്ലോ പറയുന്നത്. അയാൾക്ക് അറിയുന്ന സത്യം പോലും മറച്ചു വെച്ച് അയാൾ പറയാം യുദ്ധത്തിനെ പറ്റി. ഓപ്പറേഷൻ സിന്ദൂർ ഏറ്റവും മോശമായ ഒരു സംഗതിയായിട്ടാണ് അവർ പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് രഹസ്യങ്ങൾ പുറത്തു വിടാനോ ഈ രാജ്യം എന്തൊക്കെ ചെയ്യണമെന്ന് പറയാനായിട്ടില്ല എന്ന് പിന്നെ ആംഡ് ഫോഴ്സസ് തന്നെ ഇവിടെ വന്ന് പറഞ്ഞു, അതിന്റെ തലപ്പത്തിരിക്കുന്നവര്. അപ്പൊ അത് നമ്മൾ കേൾക്കാതെ ഒരു ബുദ്ധിയില്ലാത്ത ഒരു ഇൻഫന്റ് പറയണ പോലെ രാഹുൽ ഗാന്ധി പറയണത് ജനങ്ങളെ ഇളക്കി വിടാൻ തന്നെയാണ്. ഇത് മനസ്സിലാവാത്ത കോൺഗ്രസ് എന്ന് വിചാരിച്ച് അന്തം വിട്ടിരിക്കുന്ന എത്രയോ ആൾക്കാർ ഇന്നും ലോകത്തിലുണ്ട്. അല്ലെങ്കിൽ ഈ 40% വരാനായ മൈനോറിറ്റികളുണ്ട്. മൈനോറിറ്റീനെ ഇളക്കി വിട്ടിട്ട് അവർക്ക് പിന്നെ ശക്തി കൊടുക്കുക ഈ രാജ്യം തീരാനേ. അപ്പൊ അപ്പുറത്തുനിന്നും പുറത്തുനിന്നും പണവും ആൾക്കാരും ഇവിടെ വരുന്നു. പിന്നെ വയനാട്ടിലൊക്കെ ഇപ്പൊ ആരും ശ്രദ്ധിക്കാതെ പോയ കാര്യം, നമ്മൾ ചൂരൽമലയിലും മറ്റും വെള്ളപ്പൊക്ക ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ ഒരുപാട് 3-4 ഗ്രാമങ്ങൾ മണ്ണിനടിയിലായി. അപ്പൊ മണ്ണിനടിയിലായപ്പോ എത്ര ആൾക്കാരെ മിസ്സായി ഇന്ന് വരെ കറക്റ്റ് കണക്കില്ല. എങ്ങനെ അങ്ങനെ ഇല്ലാതിരിക്കുക? ഒരു പഞ്ചായത്തിൽ എന്ന ആധാർ കാർഡ് വോട്ടേഴ്സ് കാർഡും ഉള്ള കാലഘട്ടമല്ലേ? ഒരു പഞ്ചായത്തിൽ ഇത്ര ആള് ജീവിക്കുന്നുണ്ട് എന്നുള്ള ആ പഞ്ചായത്തിൽ എന്തുകൊണ്ട് കണക്കുണ്ടാവുന്നില്ല? അതൊക്കെ അന്യദേശ തൊഴിലാളികൾ ആ കാട്ടിന്റെ ഉള്ളിലൊക്കെ ജോലിക്ക് വന്ന് ഇവര് പാർപ്പിച്ചിട്ടുണ്ട് വോട്ടേഴ്സ് ആയിട്ട്. അപ്പൊ അങ്ങനെ പലരെയും ബോഡി കിട്ടിയിട്ടുമുണ്ട് കാട്ടിൽ നിന്നൊക്കെ. അപ്പൊ ഇതൊക്കെ ഇവര് ഇവര് എക്കാലത്തും ചെയ്ത അട്ടിമറികള്, പല കാര്യങ്ങളും ഇവര് ചെയ്തത് ഇവർക്ക് തോന്നുക മോദിന്റെ മേലെ. അങ്ങനെയാണെങ്കിൽ പല സ്ഥലത്തും വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഈ വോട്ട് ചേർത്തും ജയിപ്പിക്കാമായിരുന്നില്ല. അല്ലെങ്കിൽ ആ സമയത്ത് പറയണം, എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? എല്ലാം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ എല്ലാം പ്ലാൻഡ് ആയിട്ട് വന്നു. ഇപ്പൊ അത് കോടതിയിൽ കൊടുക്കാതെ അയാൾ യാത്ര പോവാന്ന് പറഞ്ഞു. ഏത് യാത്ര? ആ യാത്രയിലും അയാൾ ആളെ കൂട്ടാനുള്ള ഒരു പദ്ധതിയായിട്ട് പോവാന്നുള്ള വളരെ ചെറിയൊരു ചിന്താഗതിയായി. ഈ ഡിജിറ്റൽ വേൾഡിൽ അയാൾ വന്ന് സംസാരിക്കുമ്പോൾ, അയാൾ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു എക്കണോമിനെ പറ്റിയിട്ട് ഭാരതത്തിനെ എതിർത്ത് ട്രംപ് പറഞ്ഞതിനെ ഓക്കെ പറയാ. അതുപോലെ ട്രംപിനെ കൊണ്ട് ട്രംപിന്റെ യുദ്ധം അവസാനിക്കാൻ സീസ്ഫയർ ട്രംപ് പറഞ്ഞിട്ടാ ചെയ്തത്. അപ്പൊ അതിന് പരിഹസിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഭീകരവാദികൾ അമേരിക്കയിൽ വെച്ച് നമ്മൾ കണ്ടു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും മറ്റ് ആൾക്കാരൊക്കെ ടീം ലീഡേഴ്സിന്റെ ഇലക്ഷൻ സമയത്ത് ഇയാൾ അമേരിക്കയിൽ വെച്ച് കണ്ട എന്തിനാ? നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വോട്ട് ചോദിക്കാനാണോ? അല്ല, ഇന്ത്യക്കെതിരെ ഒരു വലിയ അജണ്ട അയാൾ നീക്കിക്കൊണ്ട് കളിക്കുന്നുണ്ട്. ഏത് സമയം അത് പുറത്തു വരുമെന്ന് നമ്മളത് പ്രതീക്ഷിച്ച. സോ ഇന്ത്യൻ ഡെമോക്രസീനെ ഹി ഈസ് കില്ലിംഗ് നൗ. വ്യക്തമാണ്. എന്തായാലും രാഹുൽ ഗാന്ധി നടപ്പിലാക്കുന്ന ചില തീരുമാനങ്ങൾ, അദ്ദേഹത്തിന്റെ ഇത്തരം പ്രകടനങ്ങളൊക്കെ ആളെ കൂട്ടി ഇന്ത്യയിൽ ഒരു കലാപം സൃഷ്ടിക്കുക എന്നതാണ്. മാത്രമല്ല വിദേശ ശക്തികളുമായി ചേർന്ന് ഇന്ത്യൻ ഭരണകൂടത്തെ തകർക്കുക എന്നൊരു അജണ്ടയുമുണ്ടോ എന്ന രീതിയിൽ ചർച്ചകൾ സജീവമാവുകയാണ്. വ്യക്തമാണ്. താങ്ക് യു മാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.